ഇന്ന് ഞാനിവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗീ റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതിനു മുൻപും ഗീ റോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു വിധത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2.5 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു പിടി പുഴുക്കലരി ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടി പുഴുക്കലരി മതിയാകും. പുഴുക്കലരി എന്ന് പറയുമ്പോൾ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അത് ഞാനിവിടെ ഒരു പിടി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് 5 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. 5 മണിക്കൂർ കഴിഞ്ഞ് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. മറ്റൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് ഉഴുന്നും, ഞാനിവിടെ മുഴുവനെയുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഈ മുഴുവനെയുള്ള ഉഴുന്നാണ് ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത്. അത് കിട്ടിയില്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത ഉഴുന്ന് ഇട്ടാലും മതിയാകും. ഈ ഉഴുന്നിലേക്ക് തന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് ഇതും 5 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. ഇതും 5 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗീ റോസ്റ്റ് ഞാൻ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. ഉഴുന്ന് ഞാനിവിടെ കഴുകി ഡ്രെയിൻ ചെയ്തെടുത്ത് വച്ചിരിക്കുവാണ്. ഇനി ഇത് അരച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഈ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉഴുന്നിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഉഴുന്നും ഉലുവയും കൂടി നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിരിക്കുവാണ്. ഇതിനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ റൈസും വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി ഉഴുന്നരച്ച അതേ ജാറിലേക്ക് തന്നെ നമുക്ക് ഈ അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഈ ജാറ് വാഷ് ചെയ്യുന്നു വേണ്ട, ഈ ജാറിലിട്ട് തന്നെ നമുക്ക് അരച്ചെടുത്താൽ മതി. ഞാനിവിടെ അരി 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. കാരണം ഒറ്റ പ്രാവശ്യമായിട്ട് എനിക്കിതിൽ അരച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ഞാനിത് അരച്ചെടുക്കുന്നത്. പിന്നെ മിക്സിയുടെ ജാറ് ചൂടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ഐസ് വാട്ടർ ഒഴിച്ചിട്ട് ഇത് അരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറ് പെട്ടെന്ന് ചൂടാകത്തില്ല. ഈ എടുത്തിരിക്കുന്ന അരിയുടെ പകുതിയോളം ഞാൻ ഈ മിക്സിയുടെ ജാറിലിട്ടു. ഇനി ഇതിലേക്ക് ഏകദേശം 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കാം. അരി അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അരി ശരിക്കും അരഞ്ഞു കിട്ടത്തില്ല. അരി ആദ്യം ഇട്ടത് ഞാനിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ആട്ടി വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയിരിക്കുന്ന അരിയും നമുക്ക് ഈ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഈ അരച്ചെടുക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നത് കാരണം പിന്നീട് ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യത്തില്ല. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇത് രണ്ടാമതിട്ട അരി അരച്ചെടുത്തതാണ്. ഇതും ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെല്ലാം കൂടി ചേർത്തിട്ടാണ് ഉപ്പ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആട്ടിയ ശേഷം ഇത് നമ്മൾ കലക്കി ചുടാൻ നേരം വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാൻ ഇങ്ങനെയാണ് ഉപ്പ് ചേർത്ത് തന്നെയാണ് ആട്ടിയെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉഴുന്ന് എല്ലായിടത്തും നല്ലതുപോലെ മിക്സ് ആവത്തക്ക രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് പാത്രം മൂടി വെച്ചിട്ട് 8 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് 8 മണിക്കൂർ കഴിഞ്ഞ് ചുടുന്നതിന് 15 മിനിറ്റ് മുന്നേ നമ്മൾ അവല് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒന്ന് അരച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കും. എന്നിട്ടാണ് നമ്മൾ ദോശ ചുടുന്നത്. ഇനി ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. വെള്ള അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാൻ വെക്കാം. കുതിർന്ന ശേഷം ഇത് നല്ലതുപോലെ നരച്ച് ഈ കലക്കി പൊങ്ങാൻ വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് ഇളക്കിയിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതിയാവും. അതായത് ഈ അവല് മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം ചേർത്താൽ മതിയാവും. കണ്ട, ഈ വെള്ളമെല്ലാം ഈ അവല് അബ്സോർവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അവല് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം.
ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അവലിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പൊങ്ങിയിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ദോശമാവിടെ ആട്ടിയിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. കണ്ടോ, മാവ് ഇവിടെ ഡബിളായി വന്നിരിക്കുകയാണ്. നമ്മൾ അരച്ചതിൽ നിന്നും പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. ഇനി ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അവലും ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ വേണം ദോശമാവ് ഇരിക്കേണ്ടത്. എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല സോപ്പ് പോലെയല്ലേ ഇരിക്കുന്നത്. ഇതാണ് ദോശമാവിൻ്റെ സ്ട്രക്ചർ. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഞാനിവിടെ അഡീഷണൽ വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല. ആട്ടിയപ്പോൾ തന്നെ ഉള്ള വെള്ളമാണ്. ഞാൻ ആ പാകത്തിനാണ് ഇത് ആട്ടിയെടുത്തത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചൊന്ന് തേച്ച് കൊടുക്കാം. ഇത് ഇരുമ്പിൻ്റെ ദോശക്കല്ലായതുകൊണ്ടാണ് നമ്മൾ നല്ലെണ്ണ തേക്കുന്നത്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഓരോ സ്പൂൺ മാവ് കോരി ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കാം. ഇതിന് പുറത്തേക്ക് കുറച്ച് നെയ്യും കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് തേക്കണം എന്നില്ല. ഞാനിവിടെ നല്ലെണ്ണയും നെയ്യും തേക്കുന്നുണ്ട്. ഒരുപാടൊന്നും തേക്കേണ്ട, വളരെ കുറച്ച് തേച്ചാൽ മതി. നല്ലെണ്ണ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ദോശയ്ക്ക് വരുന്നത്. ദോശ ഈ ദോശക്കല്ലിൽ നിന്ന് പെട്ടെന്ന് ഇളകി കിട്ടാനാണ് നമ്മൾ ആദ്യം നല്ലെണ്ണ തേച്ചൊന്ന് തുടച്ചു കൊടുക്കുന്നത്. കണ്ടോ, ദോശ റെഡിയായി വന്നപ്പം നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നല്ല പഴകിയ കല്ലാണെങ്കിൽ മാത്രമേ നമുക്ക് ദോശക്കല്ലിൽ നിന്ന് ഇതുപോലെ വിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദോശക്കല്ല് ഉപയോഗിക്കുമ്പോഴേക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് നല്ലതുപോലെ ഉണക്കിയ ശേഷം എണ്ണ തേച്ച് വേണം വെച്ചിരിക്കേണ്ടത്. പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ വീണ്ടും അതിനെ വാഷ് ചെയ്തിട്ടാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ തേച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിതൊരു ക്യാപ്പ് പോലെ ഫോൾഡ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് സെൻറ്റർ വരെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഗീ റോസ്റ്റ് ഇവിടെ തയ്യാറായി. ഞാനിത് സാമ്പാറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു ഗീ റോസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
Thank you everyone for watching the Symphony Evening Show. Once again, thank you and visit us again soon. Thank you.